ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടിപൊളി ചക്കക്കുരു കൊണ്ട് സ്നാക്സ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ചക്കക്കുരു പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിക്കകത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിച്ചത് വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക് ഇത്രയും പൊടിയായിട്ട് അരിഞ്ഞ് നമ്മൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി പൊടികൾ ചേർക്കേണ്ടതുണ്ട്. അതിന് ഞാൻ കടലമാവ്, അരിപ്പൊടി, കോൺഫ്ലവർ ഇത് തുല്യ അളവിൽ ഒരു സ്പൂൺ അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ ആ ഉള്ളിയെല്ലാം അരിഞ്ഞില്ലേ, അതെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ അയമോദകം ഇട്ട് കൊടുക്കുന്നു. അയമോദകം അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് അയമോദകമാണ്. അയമോദകം ഇട്ട് കൊടുക്കുക. പിന്നീട് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുരുമുളക് പൊടിയ, പിന്നെ മഞ്ഞൾ പൊടിയ ഇത്രയും ഇട്ട് കൊടുത്ത് നമ്മളതിലേക്ക് ഇച്ചിരി വെള്ളവും കൂടി നല്ലതുപോലെ ഇളക്കിയിട്ട് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഉപ്പും ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ ഇളക്കി ഈ ചപ്പാത്തിയുടെ മാവ് നമ്മൾ കുഴക്കത്തില്ലേ, അതുപോലെ കുഴച്ച് എടുക്കണം. നമ്മൾ വെള്ളം കൂടി പോകാതെ ചെയ്യണം കേട്ടോ. വെള്ളം കൂടി പോയാൽ നമ്മുടെ പണി പാടും. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണോ അങ്ങനെ നമുക്ക് എടുക്കാം. ഞാൻ നീളത്തിലാണ് എടുത്തേക്കുന്നത്. അത് നല്ല രസമായിട്ട് തോന്നി എനിക്കതാണ്. അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്ത് കോരുക എന്ന് പറയുന്നത് നമ്മൾ ഹൈ ഫ്ലെയിം ഇട്ട് തന്നെ ഞാൻ വറുത്ത് കോരിയത്. കാരണം നമ്മൾ ഓൾറെഡി ഇത് വേവിച്ചാണേ, അതുകൊണ്ട് വേകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മളൊന്ന് മൂത്താൽ മതിയല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.